ഇമോഷൻസ് എന്നൊക്കെ പറയണത് നമുക്കുണ്ട്. അത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക് നമ്മളുടെ അല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെയാണ്. എന്റെ കൂടെയുള്ള കൊളീഗ്സിന്റെ മൈക്കാണ്. പിന്നെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മാറി മാറി നിന്ന് കരയണേരുന്നു. ചേട്ടൻ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ വീഡിയോ ഞാനാണ് ഷൂട്ട് ചെയ്യണത്. അവർക്ക് ഇവരെ ഹോസ്പിറ്റലിലാണ് വെച്ചിട്ടാണ് മരിച്ചതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലിരുന്നാണ് അച്ഛൻ മരിച്ചത്, ഓട്ടോയിൽ എൻ്റെ മേത്തേക്കാണ് മറിഞ്ഞ് വീണത്, ഞാനാണ് ശ്വാസം കൊടുത്തത്, ഓട്ടോ ഹോസ്പിറ്റലിൽ എത്തണ വരെ ഞാൻ വായിൽ ഊതിക്കൊണ്ടിരിക്കണേന്ന്. അവിടെ SHO പറഞ്ഞത് തൻ്റെ അച്ഛനാണ് മരിച്ചത്, അച്ഛൻ മരിച്ചൊരു കൊച്ചി ഇങ്ങനെ ഒന്ന് വർത്തമാനം പറയേണ്ടത്, ഇരുന്ന് മാറി നിന്ന് കരയല്ലേ വേണ്ടതെന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓഫീസറാണല്ലോ. ഞാൻ പറഞ്ഞ് സാർ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകും, ഇപ്പൊ എനിക്ക് കരയാനായിട്ടുള്ള ഞാൻ കരഞ്ഞ്, പക്ഷെ അത് ആൾക്കാരെ കാണിക്കേണ്ട കാര്യം എനിക്കുണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ മിക്സഡ് ഇമോഷൻസ് ആണ്. പോലീസാണോ മുന്നിൽ നിൽക്കണമെന്ന് അറിയാം, എങ്കിൽ കൂടിയും നമ്മളുടെ ചുറ്റും നിൽക്കണവര് പറയണ ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അതായത് നമ്മളൊക്കെ ഉണ്ടാകും, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അത് ഭയങ്കര വലിയ തെറ്റാണ്, ഭയങ്കര വലിയ കള്ളമാണ്. അത് ഞാൻ അങ്ങനെ പറയുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ടും പ്രതികരിക്കും. ഓൺ ദ സ്പോട്ടിൽ ഞാൻ തിരിച്ചു കൊടുക്കും. പോലീസാണ് അങ്ങനെയുള്ള ഒരിത്, അങ്ങനെ ഭയങ്കര അഹങ്കരിച്ചെന്നുള്ള രീതിയിലല്ല. മോനെ അച്ഛൻ അന്ന് അറ്റാക്ക് ആണെന്ന് എനിക്ക് അന്നേ തോന്നിയതാണെന്ന് ഒരു ഡോക്ടർ പറയണ വാക്കാണത്. അന്നപ്പ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുവായിരുന്നു. എൻ്റെ വീട് അല്ലാണ്ട് എൻ്റെ പുറത്തേക്കുള്ള ആൾക്കാർ, എൻ്റെ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലിയിലോട്ടേക്ക് എനിക്കൊരു ഇമോഷൻസും ഇല്ല. വെല്ലിച്ചനെ വിളിക്കണാണ്, ആ വാക്കുകളൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയണാണ്. വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളൊരു ബിസിനസിന്റെ കാര്യത്തിൽ പുറത്തേക്ക് വന്നേക്കണേണ്, ഇപ്പൊ വിളിക്കാൻ പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സീരിയസ് ആണ്, സീരിയസ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണത്. ആ ഹോസ്പിറ്റലിൽ നിൽക്കുക, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. മരിച്ചിട്ട് പോണതാണ് എൻ്റെ അമ്മയുടെ വീട്ടുകാരിൽ കുറച്ച് പേര്. അവര് എവിടെയാണ് അമ്പലത്തില് പോയിട്ട് ഉത്സവം കൂടി വരുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന വേറെ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ, അല്ലെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലാതെ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഇങ്ങോട്ട് യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേറെ കുറെ പ്രണയിനികൾ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനൊന്നും ഉണ്ടായില്ല. ഈ നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജെന്യുവിൻ പ്രണയം അനഘയാണോ? നേരിട്ടുള്ള ഫസ്റ്റ് ഞാനാണ്. ഫേസ്ബുക്കിൽ ചാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സെറ്റ്. അല്ലാണ്ട് കോളേജിൽ തന്നെയുള്ള വേറൊരു പെൺകൊച്ചിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതറിയാൻ പാടില്ല. പോയി പറഞ്ഞു ആ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മ ശരിയല്ലല്ലോ, പിന്നെ കാണുമ്പോഴൊക്കെ മാറി കിടക്കും. അപ്പം ശരിക്കും നിങ്ങളിപ്പോ പ്രണയം തുടങ്ങിയിട്ട് 8 വർഷം അല്ലേ? 8ാമത്തെ വർഷം. 8 വർഷം എങ്ങനെ പോണു ഈ ദാമ്പത്യല്ല 8 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ അടിയും പിടിയും, എന്താ പറയാ, സ്നേഹവും വഴക്കും ഒക്കെ എങ്ങനെയായിരുന്നു ഈ 8 വർഷം? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അനഘ വന്നപ്പോൾ ലൈഫിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്? സിനിമ കാണാൻ സമയം കിട്ടാറില്ല. പിന്നെ മാറ്റല്ല, പേഴ്സണലി ഉള്ള മാറ്റങ്ങൾ. അതന്നെ, ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു മാറ്റം. നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാന്നുള്ള. ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോ തന്നെ ഞാൻ ആദ്യം സിനിമയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഞാൻ ഇപ്പൊ രക്ഷപ്പെടുന്നതാണ്. ഒരു സിനിമ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു കാര്യം നടന്നു. അപ്പൊ അത് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. സിനിമ ചെയ്തു. പക്ഷെ അതിന് ശേഷം പിന്നെ അതോട് യാതൊരു ബന്ധമില്ലാത്ത പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ജോലി അപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിലാണ് CI ഗാർഡിയൻ, കാക്കനാട് സെസ്സില്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവളാണ് പറഞ്ഞത് എന്നാ കൂടെ അഭിനയിക്കാൻ ഒരാളെ കിട്ടിയാ പോരെ, ഞാൻ നിക്കാം, എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളൊരു സീനിൽ അങ്ങനെയാണ് റീൽസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ സപ്പോർട്ടായിട്ടൊന്നും കുഴപ്പമില്ല, എല്ലാം ചെയ്യാം. ഇപ്പൊ റീൽ എടുക്കാൻ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവളെ തന്നെ കൊണ്ടുവരും. എനിക്ക് ജസ്റ്റ് ഒരു കോണ്ടന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ട് അഭിനയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഇത്. ബാക്കി എല്ലാ കാര്യങ്ങളും സപ്പോർട്ട്.
ബാക്കി എല്ലാ സപ്പോർട്ടും ഇവള് തന്നെ ചെയ്യണത്. ഇല്ല ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക് നമ്മളുടെ അല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെയാണ്. എന്റെ കൂടെയുള്ള കൊളീഗ്സിന്റെ മൈക്കാണ്. പിന്നെ ട്രൈപോഡ് ഉണ്ട്, അത് നമ്മുടെയാണ്. പവർ ബാങ്ക് നമ്മുടെ, പിന്നെ പോർട്ടബിൾ സ്റ്റാൻഡ് നമ്മളുടെ. മൈക്കൊക്കെ ഇനി വാങ്ങണോ അല്ലേ? മേടിക്കണം. അതുപോലെ ആ പോസ്റ്ററൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അനിയത്തിയാണ്, എന്റെ അനിയത്തിയാണ്. പോസ്റ്ററൊക്കെ നമുക്ക് എല്ലാവരും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. വീട്ടില് നമ്മള് ഭക്ഷണമൊക്കെ നമ്മ കാലത്ത് ഇറങ്ങും, അമ്മ ഫുഡ് ഉണ്ടാക്കി തരും. ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഫുഡ് ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് പുറത്ത് വെച്ച് ആദ്യമായിട്ട് ഒരു ചേട്ടൻ കണ്ട് വീഡിയോ കൊള്ളാന്ന്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഒരു റെക്കഗ്നൈസേഷൻ. പാടത്തിന്റെ സൈഡിലിരുന്ന് ചോറുന്നുണ്ട്. ഞങ്ങള് അപ്പുറം ഒരു കാല് പാടത്തിലും ഒരു കാല് കരയിലും അങ്ങനെ അപ്പുറം ഞങ്ങ മറ്റേ ചോറും പാത്രത്തിൽ അല്ലെങ്കിൽ വാഴയിലയില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് അപ്പുറം ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ടൈമിലാണ് ഒരു ചേട്ടൻ കാറിന് വന്ന് നിർത്തിയിട്ട് രണ്ടുപേരും എന്തുകൊണ്ടായിരുന്നു അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. നമ്മളെ കാണൂല, കാര്യം ബൈക്ക് ഉണ്ട് ഇപ്പുറം. അപ്പൊ നമ്മ തണല് വന്ന രീതിയിലാണ് ഇരിക്കണത്. അപ്പൊ എന്നിട്ട് അവർക്ക് എങ്ങനെ മനസ്സിലായി? കുറച്ചുപേരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. എന്റെ ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതില്ലാത്തോണ്ട് തന്നെ ചിലർക്ക് നോക്കിച്ചിരിക്കുമ്പോ ഇവനെന്തിനാണ് നോക്കിച്ചിരിക്കണെന്നുള്ളൊരു ഇതൊക്കെ വരും. പിന്നെയാണ് നമ്മ ആലോചിക്കണം വീഡിയോ കണ്ടിട്ടായിരിക്കുന്നു. അപ്പൊ ആൾക്കാര് റെക്കഗ്നൈസ് ചെയ്യുമ്പോ ഭയങ്കര ഒരു സന്തോഷമില്ലേ? സന്തോഷം എനിക്ക് അപ്പ ഉണ്ടാവില്ല, കുറച്ച് അന്നേരം പാനിക്കായിരിക്കും. ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ. ഒരു ദിവസം ഇവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നപ്പോ ഇവളുടെ സ്റ്റുഡൻസ് ഒക്കെ വന്ന്. അപ്പൊ ഒരു 3-4 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നടുക്ക് ഇങ്ങനെ ഇരിക്കണം, എന്ത് പറയാ. അത് കഴിഞ്ഞപ്പോ ഒരു 5 സ്റ്റുഡൻസും കൂടി വന്നു ഇവളുടെ. ആ ചേട്ടാ കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഒരു പ്രശ്നം പെട്ടെന്ന് നമ്മള് പ്രതീക്ഷിക്കാണ്ടാണല്ലോ ഇങ്ങനെ വന്നത്. ഇന്ന് ഇത്ര വർഷങ്ങൾക്കിടയിൽ ഒരു തെണ്ടി തിരിഞ്ഞിട്ടില്ല. ആൾക്കാർ വന്നിട്ട് ഇത്ര വർഷമായിട്ട് ഒരു തെണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ എല്ലാരും പെട്ടെന്ന് നമുക്ക് അതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ഇന്റർവ്യൂ തന്നെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ സിനിമാറ്റിക്കിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത്. നന്ദി. ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോ അത് അവരുടെയൊക്കെ ഒരു വലിയ മനസ്സ് നല്ലതാണെന്നൊക്കെ പറയുമ്പോ. അതെ, നല്ലതാ. ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഡിപ്രഷനിലൊക്കെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് അശ്വലിന്റെ ഒരു ചിരി തന്നെ മതി. സത്യം പറഞ്ഞാ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ചിരി നിർത്താൻ പറ്റില്ല, കണ്ടോണ്ടിരിക്കും. നമുക്ക് ഒരു റീല് കാണുമ്പോൾ ചിലപ്പോ മടുപ്പ് തോന്നില്ല. നിങ്ങളുടെ അങ്ങനെയല്ല, കണ്ടോണ്ടിരിക്കും. അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഈ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിഷമത്തിലൊക്കെ ആരൊക്കെയോ വോയിസ് അയച്ച്, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ. അതൊക്കെ ടെൻഷനാണ്. തെറിയാണോ പറയണത് അറിയില്ല. വോയിസ് ഒക്കെ പയ്യെ ഇരുന്ന് കേക്കും, പതുക്കെ ഇരുന്ന് കേക്കും. ആദ്യം കാണും വോയിസ്. അപ്പൊ തുറന്നു നോക്കണോ വേണ്ടേ എന്താന്നറിയാൻ പാടില്ലല്ലോ. പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു മടിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ ഇത് സെറ്റായിട്ട് പറയെങ്കിലും നിങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഇല്ല, പക്ഷെ നല്ല കണ്ടന്റ്, നല്ല റീച്ചാണ്, നല്ല കണ്ടന്റുകളാണ്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മള് ഒരു 10 നല്ലത് പറഞ്ഞാൽ അതിന്റെ വലിയ കാര്യം. അങ്ങനെ ആലോചിക്കണം. ഞങ്ങൾ തുടങ്ങിയപ്പോ ഇത്ര ഞങ്ങൊരു 10K വ്യൂസ് എങ്കിലും കിട്ടണോന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെയാണ് തുടങ്ങിയത്. അതിന്റെ അടുത്താണ് 1 മില്യൺ വ്യൂസുകൾ കിട്ടുന്നത്. രണ്ടാമത്തെ വീഡിയോയില് 100K അടിച്ച്, മൂന്നാമത്തെ വീഡിയോയില് 1 മില്യൺ അടിച്ച്. ഇപ്പൊ എത്ര നാളുകൊണ്ടാ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ? 3 മാസമായിട്ടേ ഉള്ളൂ. സെപ്റ്റംബർ 28-ാം തീയതിയാണ് വീഡിയോ എടുക്കണത്. അന്ന് തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എല്ലാം 28 നിങ്ങളെ എല്ലാത്തിലും ഒരു ഭാഗ്യം ഇതാണ്. ശരിയാണല്ലേ? എനിക്ക് ഒട്ടും ഇഷ്ടമാണ്. പിന്നെ പ്രപ്പോസ് ചെയ്തത് അല്ല, പ്രണയം തുടങ്ങിയത് ഇത് അല്ല, ഞാൻ തിരിച്ചു പറഞ്ഞത് 16-ാം തീയതി, നവംബർ 16-ാം തീയതി. അപ്പൊ ഞാനൊരു വീഡിയോ കാണിക്കാം, അതുപോലെ ഒന്ന് പ്രപ്പോസ് ചെയ്യൂ. പ്രപ്പോസ് അല്ല, പിന്നെ എന്റെ ഒരു എന്താ പറയാ, അത് റൊമാൻറ്റിക് നോട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പ്രണയത്തിൽ വഴുതി വീണിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു നോട്ടം ഇല്ല ഇങ്ങനെ ചുണ്ട് കഴിഞ്ഞിട്ട്, അതൊന്ന് ചെയ്യാവോ? ഒന്ന് നോക്കാനൊക്കെ നോക്കിട്ടൊന്ന് റൊമാൻറ്റിക് ആയിട്ടൊന്ന് നോക്കോ? ഇല്ലെന്ന് ചുണ്ടടിക്കുന്ന സീനാണോ? അത് തന്നെ അൺറൊമാൻറ്റിക് ബോയ് ഫ്രണ്ട്. ഇടണോ? അത് ഞാൻ ഇടണോ? പാനിക്കൊന്നും ആവണ്ട, നിങ്ങളൊന്ന് റൊമാൻറ്റിക് ആയി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പരസ്പരം ഒന്ന് എന്താ പറയുക, പ്രപ്പോസ് ചെയ്തിട്ട് ആ ഒരു നോട്ടം നോക്കി. നോട്ടം മാത്രം നോക്കിയാ
പ്രപ്പോസ് ചെയ്യാൻ മടിയാന്ന്. നോക്ക് അതോ ഒന്ന് പ്രപ്പോസും കൂടി ചെയ്തേക്ക്. ഒന്നൊരു ജസ്റ്റ് അന്ന് പ്രപ്പോസ് ചെയ്തില്ല അതുപോലെ ഒന്ന്. എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അങ്ങനെ കഴിഞ്ഞ എന്താണ് എന്തൊരു ലവറാണ്. ഒന്നുകൂടി എന്താ ഡയലോഗ് പറയടാ, ഡയലോഗ്. നോട്ടം ഞാനാ ആ ഞാൻ പറയണ്ടേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് എന്നെ ഇഷ്ടം. ഒന്ന് ഒരു സിനിമയിലാണെന്ന് വിചാരിക്കേ, ഒന്ന് അനഘയെ നോക്കിട്ട് ഒന്ന് എത്ര വീഡിയോ ചെയ്യുന്നത് എന്റെ ഒരു ആഗ്രഹമല്ലേ ലൈവായിട്ട് കാണണമെന്ന്. സംഭവം എന്താ വെച്ചാല് ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ചിരി എനിക്കില്ലേ ഒരു സാധനമൊന്നുമില്ല. നിങ്ങളെ അവന് പ്രണയമില്ലേ അപ്പൊ ഉള്ളില്? പ്രണയം പക്ഷെ നമ്മ അങ്ങനെ പ്രപ്പോസ് ചെയ്യും, പ്രപ്പോസ് ചെയ്യും. റൊമാൻറ്റിക് അല്ല നിങ്ങള്? പറ ഒന്ന് നോക്ക്. നോക്കിയാ മതി വെറുതെ. ഇപ്പൊ വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണെ നോക്കുമായിരുന്നോ? ഇല്ല എന്റെ ചെക്കൻ, എന്റെ ചെക്കൻ പാനിക്കാ മാറിയിരുന്നിട്ടൊക്കെ ഇങ്ങനെ ശവം. ഒന്ന് 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 പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യും. ഞാനാണോ? ഞാൻ വേറെ ഒന്ന് അനഘി ഒന്ന് അങ്ങോട്ട് പറഞ്ഞേ. ഞാൻ പറയാം, എനിക്ക് പ്രശ്നമില്ല. പറ. പെണ്ണുങ്ങൾ അങ്ങോട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യട്ടെ. എന്താ പെണ്ണുങ്ങൾ അങ്ങനെ അതില്ലേ ഇതൊന്നും അഭിനയമാണ്. ഇങ്ങനെയൊന്നും വേണ്ടെന്ന്. അങ്ങനെ അങ്ങനെ തന്നെ അത് നല്ല രസമുണ്ട്. ഷർട്ട് ഇങ്ങനെ പിടിച്ചു എടുത്തിട്ട് എന്താ വെച്ചാ ചെയ്തോ, ഫുൾ ഫ്രീഡം. ഒന്ന് ഫാൻ ഇടണം, ഒന്ന് തണുക്കണം. വേർക്കുന്നുണ്ടാ? ഇത് പെട്ടെന്ന് ചെയ്ത് എന്നാ അനഘ ഇനിയിപ്പോ ഒന്നുമില്ല. ഇനിയിപ്പോ 7 സെക്കൻഡ് ടേക്കില്ല കേട്ടാ, റീടേക്കില്ല. അതില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നല്ല, എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. എനിക്കിഷ്ടം. എനിക്ക് ഇത കണ്ട ഇപ്പൊ നാണം മാറിയില്ലേ? നല്ല പ്രപ്പോസൽ സീനായിരുന്നു. പെണ്ണുങ്ങളാണ് പ്രപ്പോസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് ഇപ്പം തെളിയിച്ചിരിക്കുകയാണ് അനഘ. നൈസായിരുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? നാണം വന്നോ? വന്നില്ല. വികാരം എങ്ങനെയാണ് ഈ വികാരമില്ലാത്ത ജീവിതം? നിങ്ങൾ അങ്ങനെ റൊമാൻറ്റിക് അല്ല അധികം? പ്രൈവറ്റ് ഭയങ്കര റൊമാൻറ്റിക് ആണ്. പബ്ലിക് അനഘയാണ് കുറച്ചുകൂടി റൊമാൻറ്റിക് അല്ലേ? ആ റീല് പറഞ്ഞ പോലെ തന്നെ റീല് നിങ്ങൾ ചെയ്തല്ല, അത്ര റൊമാൻറ്റിക് അല്ല അല്ലേ? റൊമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പേടിയാണ് ആരെങ്കിലും. റൊമാൻറ്റിക് ആവാനാ? അല്ല, മറ്റേ പുറത്തുനിന്ന് നമ്മുടെ ബീച്ചിന്റെ ഒക്കെ അവിടെ വെക്കുമ്പോ എന്റെ വീടാണ് ചെറായില്. അതായത് ബീച്ചിന്റെ അവിടെ നിന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ എന്റെ വീടാണ്. പക്ഷെ ചേട്ടനാണ് അവിടെ വരുമ്പോ പേടി, ആരെങ്കിലും കണ്ടാലാ കാണാന്നുള്ള സീനല്ല. ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതേ ചിന്തിക്കുള്ളൂ. അതായത് ഇപ്പൊ ഇൻ കേസ് നമ്മിപ്പോ അവിടെ ഇങ്ങനെ നിക്കണ സമയത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം പാനിക്കാവും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് ആ ഒരു ഇത് എടുക്കൂല, ഒരു മുൻകരുതൽ എടുക്കും. ഒരു മുൻകരുതൽ എടുക്കും. ഇത് അതില്ല. ഇത് അതിന് ശേഷം എന്തെങ്കിലും പറ്റിയതിന് ശേഷം കിടന്ന് നെഞ്ചത്തടിച്ച് നമ്മ അത് കാണണ്ടല്ലോ. അപ്പൊ നമ്മ ഓൾറെഡി ഇത് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ അന്ന് 18 സമയമൊക്കെയാണ്. അപ്പൊ ഈ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോ അതിന്റേതായ പ്രശ്നം. എന്നെ കൊണ്ടുപോകില്ലായിരുന്നു യൂണിഫോം ഇട്ട്. യൂണിഫോം അല്ല, ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതായതിനു ശേഷമാണ് എന്നെ കറങ്ങാൻ കൊണ്ട്. പണ്ടത്തെ ഫോട്ടോ മെലിഞ്ഞിട്ടാ, ഇപ്പഴും മെലിഞ്ഞിട്ട് തന്നെ. അന്നേരം അല്ല, ഇപ്പൊ ഇച്ചിരി വണ്ണം വെച്ച്. അതിനെക്കാട്ട് 18 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മ അങ്ങനെയുള്ള കെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അശ്വലിന്? എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അത് ഫേസ് ചെയ്യണേൽ എനിക്കോ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ഏജിലും ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്ന ഒന്ന് പറഞ്ഞ രണ്ടാമതിന് കരയും. അപ്പൊ അത് നമ്മ കാണുമ്പോ നമുക്കൊരു വിഷമമുള്ള. അപ്പൊ അതിന് പിന്നെ നമ്മ അതിനൊരു പെട്ടെന്ന് പിന്നെ ഇമോഷണലി
റീലിലൊക്കെ പെട്ടെന്ന് കരയുമല്ലോ, അതൊന്നും ഗ്ലിസറിനൊന്നും ഇല്ലാതെയാണോ കരയുന്നേ? ആരാ? പിന്നെ അനഘയാണെങ്കിലും അശ്വരാണെങ്കിലും പെട്ടെന്ന് വിഷമിപ്പിക്കുന്ന റീലും ഉണ്ടല്ലോ, അതിലേക്ക് വരാന്ന് ഭയങ്കരമായിട്ട് കരയുന്ന ഗ്ലിസറിൻ ഗ്ലിസറിനൊന്നും മേടിക്കാനുള്ള പൈസയില്ല. അങ്ങനെയും കരയും. മേടിക്കാനുള്ള പൈസ ഇല്ലാതെ ഗ്ലിസറിൻ മേടിക്കാറില്ല. ഗ്ലിസറിനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് കരയണോന്ന് പർപ്പസ് വെച്ചിട്ടല്ല പറയണത്, നമുക്ക് അറിഞ്ഞില്ലെങ്കിലും സിറ്റുവേഷനും ആ വാക്കുകളും ആളുകളിലേക്ക് എത്തണം, ഫീൽ ചെയ്യണമെന്നുള്ളതില്ല. അപ്പൊ ചില സമയത്ത് അപ്പൊ കരഞ്ഞു പോവും സ്പോട്ടിൽ. അവര് ആ കരഞ്ഞിന്റെ പറഞ്ഞപ്പോഴാ കാറ് വാങ്ങുന്ന ഒരു വീഡിയോ തന്നെ നിങ്ങൾ ചെയ്തായിരുന്നല്ലോ. അപ്പൊ നീ ഭയങ്കര നിനക്ക് ആശ്പോഷായി ജീവിക്കണം, അതിന് കാറ് വേണം എന്നൊക്കെ അനഘ പറയുമ്പോ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ബൈക്കിൽ ഇരുത്തിയിട്ടാണ് അമ്മക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നപ്പോഴാ. റിയൽ സ്റ്റോറിയാണ്, ചേട്ടന്റെ ലൈഫാണ്. റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എല്ലാം അല്ല. അന്ന് ഇങ്ങനെ അമ്മക്കൊരു പ്രശ്നം വന്നപ്പോ കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. നമ്മ ഈ സാധനം വന്നതിന് ശേഷം വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ നമ്മ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. അന്ന് ഭയങ്കര മഴയാണ്. അപ്പൊ എല്ലാ വീട്ടിലും എല്ലാവർക്കും ഒരു കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി എന്നുള്ള ഒരു കേസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, പൈസയുടെ ഒരു ഇത് വെച്ചിട്ട്. അപ്പൊ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ. അതൊരിക്കലും ആർഭാടം കാണിക്കാനല്ല, കാർ എടുത്ത്. അതും ഒരു കേസിന് എന്താ അറിയോ, ഗേൾസ് ചിന്തിക്കുമ്പോ നിനക്ക് അങ്ങനെ ഇങ്ങനെ നടക്കാനല്ലേ, അങ്ങനെയുള്ള ഒരു സംഭവത്തിലോട്ടേക്ക് ഗേൾസ് ചിന്തിക്കുമല്ല. എല്ലാ ഗേൾസ് അല്ല, ഞാനാണെങ്കിൽ ചിന്തിക്കും ഷോ ഓഫ് കാണിക്കാനാണെന്നുള്ള രീതിയിൽ. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളൊരു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഓർത്തത് അമ്മയുടെ കേസാണല്ലോ, നമ്മുടെ സ്വന്തം അമ്മയുടെ കേസാണല്ലോ പറഞ്ഞത്. ലാസ്റ്റ് അമ്മക്ക് ഇനി അമ്മ സേഫ് ആണെന്നുള്ള രീതിയിൽ നമ്മള് അടിയിൽ ക്യാപ്ഷൻ, ഇപ്പോഴും ആ ക്യാപ്ഷൻ മാറ്റിയിട്ടില്ല, അമ്മ സേഫ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ്. അമ്മക്ക് എന്തായിരുന്നു അന്ന് പറ്റിയത്? സ്ട്രോക്ക് വന്നതാണ്. സ്ട്രോക്ക് വന്നിട്ട് രാത്രിയായിരുന്നോ? രാത്രി വന്ന് നമ്മ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം കുഴപ്പമില്ല, പ്രഷർ കൂടിയതാണ്, ഗുളിയൊക്കെ തന്നു വിട്ടു. പിന്നെ 1 മണിയൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി സീനായി. അപ്പൊ ഭയങ്കര മഴയും എൻ്റെ ബൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ബൈക്കിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയത്. അന്ന് അവിടെ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ചെന്നിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ചേട്ടനെ വഴക്ക് പറഞ്ഞ് സ്ട്രോക്ക് വന്ന ഒരാളെ ഇങ്ങനെ ബൈക്കിൽ ഇരുത്തിയാണ് കൊണ്ടുവന്നത്. അത് അതുപോലെ തന്നെയാണ് ഡയലോഗ്. അതെ അതെ അതെ, ഭയങ്കര കരച്ചില് ഇപ്പോഴും കണ്ണ് നിറയുന്നുണ്ട്. അതില് വേറൊരു കേസ് ഉണ്ട്. അന്ന് ഞാനാണ് ആ ഇംപ്രൈസേഷൻ പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാണ്ട് എടുക്കാന്ന്, ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാന്ന്. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു വീഡിയോ എനിക്ക് ആ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നടന്ന കാര്യം ഇങ്ങനെ ചേട്ടൻ കരയണതൊക്കെ അതിനകത്ത് ഇങ്ങനെ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണത്. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ കട്ട് ചെയ്യണ്ടടാ, കട്ട് ചെയ്യാണ്ട് ഒറ്റ ഇതിൽ തന്നെ പറഞ്ഞു, ഡയലോഗ് ഒന്നും പഠിക്കണ്ട, നമ്മ നടന്ന സിറ്റുവേഷൻ അല്ലേ. അപ്പൊ എങ്ങാനും വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഏതെങ്കിലുമൊക്കെ വാക്കുകൾ അങ്ങോട്ടെങ്കിലും മാറിയാലായി. പക്ഷെ അതൊറ്റ ടേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്ത് ഒരു കട്ട് പോലും അല്ലെങ്കിൽ എക്സ്ട്രാ എൻ്റെ ഒരു എവിടെയെങ്കിലും എൻ്റെ ഒരു പോയിട്ട് എൻ്റെ ഒരു ഏരിയ അങ്ങോട്ട് കേറ്റാണ്ട് തന്നെയാണ് അത് ഇട്ടത്. അതെന്തോ എല്ലാവരിലേക്കും അത് എത്തി എന്നുള്ളൊരു. ഉള്ളിൽ തന്നെ വന്നതാണോ വാക്കുകള് പറഞ്ഞത്? എന്റെ അമ്മ ഞാൻ അത് കാണിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാക്കുകളില്ലേ, എന്റെ അമ്മയെ ഞാൻ കൊണ്ടുപോയത് ബൈക്കിൽ ഇരുത്തിട്ടാണ്. ബൈക്കിൽ ഇരുത്തിട്ടാണ് അത് ഒറിജിനൽ ആയിട്ടുള്ള നേരം വന്ന് കാണും അല്ലേ, ഉള്ളാതെ ഓർത്ത് കാണും അല്ലേ. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മാറി മാറി നിന്ന് കരയണേരുന്നു. ഞാൻ വീഡിയോ ചേട്ട അഭിനയിച്ചോണ്ടിരിക്കുമ്പോ വീഡിയോ ഞാനാണ് ഷൂട്ട് ചെയ്യണത്. പിന്നെ വേറെ കേസിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമാണ്, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഷൂട്ട് ചെയ്യണത്. ചേട്ടനിത് അഭിനയിക്കുന്നു, ഞാനിന്ന് കരയുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ പോർഷൻ ഉണ്ടാകുമ്പോ ചേട്ടൻ കരയുന്നു. അന്ന് ഫുള്ള് കരച്ചിലായിരുന്നു. ഇങ്ങനെ ഓർത്തിട്ടുള്ള ഒരു വേറെ ആയിക്കോട്ടെ ഇയാളോർത്ത് കരയണ്ട, എനിക്ക് ഭയങ്കര സങ്കടം. അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരാള് പോലും ഇതുവരെ ഒന്നും എടുത്താൽ. ഇപ്പൊ അമ്മ ഓക്കെ ആണോ? അമ്മ ഇപ്പൊ അതൊക്കെ മാറി. ഞാൻ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ലൈഫിൽ ഇങ്ങനെ നടന്നൊരു സംഭവമാണ്. അപ്പൊ അത് കുറച്ച് കാർന്നുള്ള ഫാക്ടർ എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താലാന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ ആ സിറ്റുവേഷൻ അങ്ങനെ ആലോചിച്ചൊന്നുമില്ല. കാരണം ആ സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഇമോഷണൽ ആയി പോകും. അന്നത്തെ ഒരു ഇതല്ലേ. അതെ, ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞി കൊച്ച് പോലെയാ. അപ്പൊ എന്താണ് ഇങ്ങനത്തെ ഉള്ള വലിയ വലിയ സിറ്റുവേഷൻസ് ഒന്നും ഫേസ് ഒന്നും ചെയ്തിട്ടില്ല. ആ സിറ്റുവേഷനിൽ ഭയങ്കര എന്തെങ്കിലും ഭയങ്കര വലിയ സിറ്റുവേഷൻ വരുമ്പോ പെട്ടെന്ന് പാനിക് ആകും. അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നും ഇല്ലാണ്ട്
നമുക്കെന്നത് മനസ്സിലാകും. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഒരു വലിയൊരു സിറ്റുവേഷൻ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ പോലും ഒരു വലിയ സിറ്റുവേഷൻ അവിടെ വീട്ടിലുണ്ടായിട്ടില്ല. അവിടെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സിറ്റുവേഷൻ ഇതാണ് അല്ലേ? എന്റെ ലൈഫില് അതെ. വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മ അനിയനിപ്പോ +2. അച്ഛനും അമ്മ എന്തായിരുന്നു? അച്ഛനിപ്പോ പുകയില്ല തടുപ്പിന്റെ വർക്കുണ്ട്, പിന്നെ കൽപ്പണിയാണ്. പിന്നെ അമ്മ പൊൻകതിർ പുട്ടുപൊടി കമ്പനിയിൽ വർക്ക് ചെയ്യണം. അവരൊക്കെ വീഡിയോ കാണാറുണ്ട്, എന്താ പറയാറ്? അവരൊക്കെ വീഡിയോ കാണാറുണ്ട്. അമ്മയുടെ കമ്പനിയിലുള്ള ചേച്ചിമാരൊക്കെ കണ്ടിട്ട് അമ്മയുടെ അടുത്ത് അഭിപ്രായമൊക്കെ പറയും. നമുക്ക് ഭയങ്കര സന്തോഷാവും. എല്ലാരും സലീം കുമാറിന് ശേഷം അങ്ങനെയുള്ള കോമഡി ചെയ്യുന്ന ഒരാള്, സലീം കുമാർ പ്ലസ് ഇന്ദ്രൻസ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ സീക്വൽറ്റ് വിട്ടിട്ട് ഞാൻ കണ്ടായിരുന്നു. ആ ഒരു കോമഡിയാ ഞാൻ പറഞ്ഞത്. ഒരു കോമഡിയുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങളും ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഓരോരോ പോർഷനില് വരുന്ന ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അല്ല, അത് എനിക്കിപ്പോ ആൾക്കാര് പറഞ്ഞു അതെന്താന്ന് അറിയില്ല. പക്ഷെ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കണ്ടുവന്ന സിനിമകളുണ്ടല്ലോ, അതായത് ഇപ്പൊ ജഗതി, സലീം കുമാർ, ഇന്നസെന്റ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ കണ്ടാലും പഴയ സിനിമകൾ ഇരുന്ന് റീവാച്ച് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അവരുടെ കോമഡിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു പാറ്റേണിലുള്ള കോമഡിയാണിത്. ഇപ്പൊ റീൽ ചെയ്യുന്നവർക്കൊക്കെ വെറൈറ്റി വേറൊരു കോമഡി, ഒരു ചളിപ്പരിപാടി അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്. പക്ഷെ ശരിക്കും അശ്വിലിന്റെ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയില് അവരുടെ കോമഡി ഇല്ലേ, ആ ഒരു ടൈപ്പാണ് നിങ്ങളുടെ വീഡിയോയിൽ വരുന്നത്. അതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ റീൽ എടുക്കുമ്പോ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ ഇഷ്ടമല്ല. കുറച്ച് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റിയ ഡയലോഗ് പറയാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും പോകാനായിട്ടൊന്നുമില്ല, എവിടെ എത്താനായിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് സിനിമയിൽ കിട്ടാത്ത അവസരം നമുക്ക് ഇതിൽ കൂടി യൂസ് ചെയ്യാന്നുള്ള ഒരു ഇതിനകത്ത് സിനിമയിൽ എത്രയും പെട്ടെന്ന് എത്തും. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങനെ ഒരുപാട് പേര് റീല് കണ്ടിട്ട് സംവിധായകരൊക്കെ വിളിക്കാറുണ്ടല്ലോ. സിനിമാക്കാര് അത്ര കാണാറില്ല, സിനിമാക്കാര് കാണും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോളാ നമ്മിപ്പോ ഇൻസ്റ്റാഗ്രാം വെറുതെ എടുത്ത് നോക്കിയാലും എന്തോരം ചെറിയ പിള്ളേര് വരെ ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകളാണ്. അവരൊക്കെ അഭിനയിക്കണ കാണുമ്പോഴൊക്കെ അടിപൊളിയായിട്ടൊക്കെ തോന്നാറുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളൊക്കെ ഇങ്ങനെ ആൾക്കാര് തിരിച്ചറിയാന്ന് പറയണത് വലിയ കാര്യം. അതെ അതെ. ഇപ്പം അനഘയുടെ ആണെങ്കിലും വീട്ടില് ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അമ്മ, അനിയത്തി, അച്ഛൻ മരിച്ചിട്ട് 2 വർഷം ആവണുള്ളൂ. അച്ഛന് അറ്റാക്ക് ആയിരുന്നു. അമ്മ, അനിയത്തി, പിന്നെ ചിറ്റ, അമ്മയുടെ അനിയത്തി. ചിറ്റ കല്യാണം കഴിച്ചിട്ടില്ല, ചിറ്റക്ക് ചെവി കേൾക്കത്തില്ല, അപ്പൊ നമ്മുടെ കൂടെ തന്നെയാണ്. പിന്നെ അമ്മ തയ്ക്കും. എന്റെ അനിയത്തി ഇപ്പൊ വീട്ടിലെടുക്കുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്. അമ്മയാ? അനിയത്തി പഠിക്കുന്ന അമ്മ പഠിച്ച സബ്ജക്ട് ഹിന്ദിയാ. അമ്മ പണ്ടത്തെ ഹിന്ദി പ്രവീൺ, ഹിന്ദി അപ്പർ, ഹിന്ദി ലോവർ, മലയാളം ലോവർ, ഇംഗ്ലീഷ് ലോവർ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെയൊന്നുമില്ല, കിട്ടിയ പഠിപ്പ്. അതെ. പിന്നെ അനിയത്തി ഇപ്പൊ M.Com ചെയ്തോണ്ടിരിക്കുന്നു. 3rd സെം കഴിഞ്ഞ് എക്സാം ആയിരുന്നു. ഡിസ്റ്റന്റ് ആയിട്ട് നമ്മള് ചെയ്യണത് ഇഗ്നോയില്. അതും പഠിപ്പിയ എല്ലാം പഠിപ്പിയ. അപ്പൊ നീ എങ്ങനെയാണ് വീട്ടിലപ്പോ അമ്മയാണോ എല്ലാം വീട് മൊത്തം നോക്കുന്നത്? അമ്മ തന്നെ. മീൻസ് വേറെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു, യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് ബെഡ് റെസ്റ്റ് വേണമായിരുന്നു. അപ്പൊ നമ്മളുടെ 3 പേരുടെയും വരുമാനം കൊണ്ടിട്ട് ഇങ്ങനെ വീട് ഓടുന്നു, അങ്ങനെ പറയാനായിട്ട്. അല്ലാണ്ട് വേറെ ചിറ്റ. അച്ഛനപ്പോ മരണപ്പെട്ടതിന് ശേഷം ഒരു വലിയ അമ്മ ഒരു പെട്ടെന്നൊരു തണലങ്ങ് ഇല്ലാണ്ടായപ്പോ അമ്മ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തേ? അച്ഛൻ മരിച്ച സമയം അതിലേ അച്ഛൻ അധികം ഏജ് ഒന്നും ഉണ്ടായിരുന്നില്ല, 59 വയസ്സായിട്ട് 1 മാസം തികഞ്ഞിട്ടില്ല. അപ്പം പെട്ടെന്നാണ്, ഇതുവരെ വന്നിട്ടില്ല, പെട്ടെന്നാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പം എന്റെ അനിയത്തി അമ്മയൊക്കെ ഒരുപോലെയാ. അവര് പെട്ടെന്ന് കരയും. ഇപ്പൊ ചേട്ടൻ നേരത്തെ എന്റെ പറയും ഞാൻ പെട്ടെന്ന് കരയുമെന്ന്. അത് ഞങ്ങള് തമ്മിലുള്ള ടൈം. ഞാനിപ്പോ ചേട്ടന്റെ മുന്നില് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ. പക്ഷെ എന്റെ വീട്ടില് ഞാനാണ് കുറച്ചും കൂടി സ്ട്രോങ്. അമ്മ അനിയത്തിയും ഭയങ്കര ലൈറ്റാ. അപ്പൊ അവര് ഭയങ്കര ഇമോഷണൽ ആണ്. അച്ഛൻ മരിച്ച സമയത്ത് ഇവര് 2 പേരും കിടപ്പായിരുന്നു. കിടപ്പെന്ന് പറഞ്ഞാൽ അത്രയും ഇങ്ങനെ ഇല്ലാണ്ടായി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോഴും കരഞ്ഞ്. ഇപ്പൊ അച്ഛൻ മരിച്ച സമയത്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റലിലോട്ടേക്ക് നമ്മൾ കൊണ്ടുപോണ സമയത്ത് ഓട്ടോയില് കയറി പോണ സമയത്താണ് അച്ഛൻ ഓട്ടോയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മറിഞ്ഞ് വീണത്. അപ്പൊ തന്നെ ഒരുമാതിരി നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ സംഭവം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞു.
എവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണ് ചെന്നത്. ഞാനും പിന്നെ എൻ്റെ വീടിന്റെ അവിടെ ഉള്ള അമ്മയുടെ കളിക്കൂട്ടുകാര് ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവിടെ ഉള്ള അങ്കിളുമാര്. അപ്പൊ ഞങ്ങള് ഒന്നിച്ച് ചെന്നപ്പോ ഞാൻ ഇന്ന് കരയണില്ല. എനിക്ക് ഇമോഷൻസ് എന്നൊക്കെ പറയണത് നമുക്കുണ്ട്, അത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ നിക്കണ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസ് എന്തോ ഒരു കഞ്ചാവ് കേസ്, എന്തോ രാഷ്ട്രീയോ അങ്ങനെ എന്തോ, അതായത് മിക്സ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ എന്തോ കഞ്ചാവ് കടത്തി അങ്ങനെ എന്തോ ഒരു മിക്സ് കേസ് എന്തോട്ടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലണത്. അതിന്റെ ഒരു ഇതിലാണോന്ന് അറിയത്തില്ല. പോലീസുകാർ നമ്മളെ കണ്ടു, എന്താ കാര്യം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യണം, അവർക്ക് ഇവരെ ഹോസ്പിറ്റലിലാണ് വെച്ചിട്ടാണോ മരിച്ചതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലിരുന്നാണ് അച്ഛൻ മരിച്ചത്, ഓട്ടോയിൽ എന്റെ മേത്തേക്കാണ് മറിഞ്ഞു വീണത്, ഞാനാണ് ശ്വാസം കൊടുത്തത്, ഓട്ടോ ഹോസ്പിറ്റലിൽ എത്തണ വരെ ഞാൻ വായിൽ ഊതിക്കൊണ്ടിരിക്കണേന്. അപ്പോഴും എങ്ങനെയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം, അവിടെ കയറിയിട്ടുള്ള കാര്യം എനിക്കറിയാം. ഇതിൽ കൂടുതൽ എൻ്റെ അമ്മക്കും എനിക്കും എൻ്റെ വീട്ടുകാർക്കും വേറൊരു പരാതിയില്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് പോസ്റ്റ്മോർട്ടം, വെറുതെ ഉള്ള മനുഷ്യനെ എന്താണ് കീറി മുറിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോക്കും അവിടെ SHO പറഞ്ഞത് തന്റെ അച്ഛനാണ് മരിച്ചത്, അച്ഛൻ മരിച്ചൊരു കൊച്ചി ഇങ്ങനെ ഒന്ന് വർത്തമാനം പറയേണ്ടത്, ഇരുന്ന് മാറി നിന്ന് കരയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ അതെ, ഇമോഷൻ ഉള്ളിൽ അത്രയുണ്ട്. നമ്മൾ അന്നേരം അങ്ങനെ കരഞ്ഞാൽ മാത്രമേ അങ്ങനെ ഇതാവുന്നു. ഒരു പെങ്കൊച്ചാണെങ്കിൽ കരയണം, മാറിയിരുന്ന് കരയണം, അങ്ങനത്തെ ഉള്ള അതുകൊണ്ടിട്ടല്ല ഇവളും കൂടി ഇങ്ങനെ ഇതായി പോയിട്ടുണ്ടെങ്കിൽ അതെ. അപ്പൊ പോലീസ് അങ്ങനെ പറഞ്ഞപ്പോ എന്തായിരുന്നു, അപ്പൊ അനഘ എന്തെങ്കിലും പ്രതികരിച്ചോ? റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓഫീസറാണല്ലോ, ഞാൻ പറഞ്ഞ് സാർ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകും, ഇപ്പൊ എനിക്ക് കരയാനായിട്ടുള്ള ഞാൻ കരഞ്ഞ്, പക്ഷെ അത് ആൾക്കാരെ കാണിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ മിക്സഡ് ഇമോഷൻസ് ആണ്. പോലീസാണോ മുന്നിൽ നിക്കണെന്ന് അറിയാം, എങ്കിൽ കൂടിയും എന്റെ അച്ഛൻ മരിച്ചു നിക്കണ്, എന്റെ അമ്മ ആണെങ്കിൽ അനിയത്തിയും കരഞ്ഞ് എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്റെ അനിയത്തിനെ ഇത് അറിയിച്ചിട്ടില്ല എന്നോ? ഇല്ലില്ല, എന്റെ അനിയത്തിനെ അറിയിച്ച കാര്യം എനിക്കൊരു കേസുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ സെറ്റ് ആയതിനു ശേഷം എന്റെ അമ്മയും അച്ഛനും അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് എന്റെ വീട്ടിൽ പോയി പറഞ്ഞത്. എനിക്കറിയാം തല്ലുകൊള്ളും, വഴക്ക് കേൾക്കും, ബഹളം കേൾക്കും, എല്ലാം എനിക്കറിയാം. പക്ഷെ ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി ആണത്, എന്റെ വീട്ടുകാർക്ക് കൊടുക്കണ ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് നാട്ടുകാര് അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്ന ആൾക്കാര്, കുടുംബശ്രീക്കാര്, ചേച്ചിമാര്, ചേട്ടന്മാരൊക്കെ പറഞ്ഞ് എന്റെ അമ്മേശനും എന്റെ കാര്യം അറിയണോണ്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും എടുത്ത് ചേട്ടൻ്റെ അടുത്ത തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പറയാം. അപ്പൊ ഞാൻ എന്റെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ആയിട്ടുണ്ട്, എനിക്കറിയാം അവൾക്ക് ഫിക്സ് വന്നിട്ടുണ്ട് കുഞ്ഞുനാളിൽ വെച്ചിട്ട്, അവളുടെ ഇമോഷൻസ് എന്തായിരിക്കും എനിക്കറിയാം. പക്ഷെ വീട്ടുകാരെല്ലാവരും അറിഞ്ഞ്, നാട്ടുകാരെല്ലാവരും അറിഞ്ഞ്, എന്റെ അനിയത്തി മാത്രം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം മീൻസ് അവളല്ല ആദ്യം അറിയേണ്ടത് അവളുടെ അച്ഛൻ മരിച്ചാല്. അപ്പൊ ആ ഒരു പ്രയോറിറ്റി ആണത്, നമ്മൾ കൊടുക്കണ ഒരു പ്രയോറിറ്റി. ഞാൻ അവളുടെ വിളിച്ച് പറഞ്ഞു, അവൾ അന്നേരം ഷോക്കായി കരച്ചില് മീൻസ് വിറക്കും. ഞാനും അതെ, കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറച്ച് അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പോലീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് ബോഡി തന്നുവിടൂല എന്ന് പറഞ്ഞു, ഭയങ്കര സീനായി. പിന്നെ മെമ്പറിനെ വിളിച്ച്, പാർട്ടിക്കാരെ വിളിച്ച്, എങ്ങനെയൊക്കെയൊക്കെയോ ആണത് പിന്നെ ശരിയായത്. അച്ഛൻ രാവിലെ ഒരു 9:30 മണിക്ക് മരിച്ചതാണ്. എന്റെ അച്ഛന്റെ ബോഡി വീട്ടിലോട്ടൊക്കെ എത്തണത് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അത്രോ നേരം അവരവിടെ പിടിച്ചു വെച്ച് പോലീസ്. അങ്ങനെ എന്തെങ്കിലും ഇതില് ദുരൂഹതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചാൽ പെൺകുട്ടി കരയുന്നില്ല അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് സംശയം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലല്ലോ അല്ലെ ഒരു പോലീസ്. നമുക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആയിരിക്കും. ചിലപ്പോ അവരുടെ ഇമോഷൻ അതിക്ക് മുന്നേ ഉള്ള ഒരു മീൻസ് ആ ഒരു പ്രതികളെ അങ്ങനെ ചെയ്ത ആ ഒരു ദേഷ്യത്തിലൊക്കെ ആയിരിക്കാം എൻ്റെ പറഞ്ഞിട്ടുണ്ടാവുക. അതിൽ അവരെ കുറ്റം പറയാനായിട്ടൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളുടെ കാണിച്ചതിന് ഒരാൾ മരിച്ചേക്കണ്, എന്നിട്ട് നമുക്കൊരു പരാതിയില്ല, നമ്മുടെ കയ്യിൽ വെച്ച് മരിച്ച്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ കിടന്നാണ് എന്റെ അച്ഛൻ മരിച്ചത്, പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് സാറേ ഇല്ലാത്ത കുഴപ്പം, എന്റെ അച്ഛനെ വെട്ടിമുറിക്കാനായിട്ട് ഞാൻ എന്ത് കാര്യത്തിനാണ് അങ്ങോട്ടേക്ക് തന്നത്? ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചത്. പക്ഷെ അവര് തന്നില്ല.
പോസ്റ്റ്മോർട്ടം ചെയ്തോ? അല്ലല്ല, പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. എങ്ങനെയൊക്കെയോ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് 2 മണി 2:30 ആയപ്പോഴാണ് ഒരു കണക്കിന് ശരിയാക്കി എടുത്തത്. അന്നേരം എന്നെ എന്നിട്ട് അവിടെ നിന്ന് മാറ്റി, എന്നെ ഇനി കാണിക്കണ്ട എന്നിട്ട് പിന്നെ പോലീസുകാരുടെ ഇടയ്ക്ക് എന്നെ ഇനി അങ്ങോട്ടേക്ക് എത്തിക്കണ്ട, കാണിക്കണ്ടെന്നൊക്കെ ഉള്ള. അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അതിന് ശേഷം എപ്പോഴോ ഈ റീസെന്റ് ആയിട്ട് കള്ളം കയറി. അപ്പോഴെനിക്ക് പേടിയാണ്. മീൻസ് എനിക്കല്ല, വീട്ടുകാർക്ക് പേടിയാണ്. അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയാവുന്നതാണെങ്കിലാ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയുള്ള ഭയം. ഞാൻ ഭയങ്കരമായിട്ടും പ്രതികരിക്കും. ഓൺ ദ സ്പോട്ടില് ഞാൻ തിരിച്ചു കൊടുക്കും. പോലീസാണ് അങ്ങനെയുള്ള ഒരു ഇത്, അങ്ങനെ ഭയങ്കര അഹങ്കരിച്ചെന്നുള്ള രീതിയിലല്ല, നമ്മളെ അടുത്ത് ന്യായം ഉണ്ടെങ്കിൽ പറയാം. അത് മറ്റേ കള്ളം കയറിയതിന്റെ മുന്നേ ഹെൽമെറ്റ് എടുക്കാനായിട്ട് എൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ ഹെൽമെറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടി പോണ വഴിക്ക് ഹെൽമെറ്റ് എൻ്റെ തലയിൽ അല്ല, എൻ്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അമ്മയുടെ എന്തോ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ രണ്ടുപേരെ മാത്രം പിടിച്ച് ബാക്കി കുറേ പേരെ എന്ത് ചെയ്യുന്നു, പിടിക്കുന്നില്ല. ഞാൻ ചോദിച്ച്, സാറേ ഇത് ന്യായമാണോ, ഞങ്ങളെ പിടിച്ച് വെച്ചേക്കണേ, എന്തോരം പേര് ഇതിൽ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അതൊരു അങ്ങനെയുള്ളൊരു വഴക്കായി. അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഒരു മുനമ്പം സ്റ്റേഷനിലോട്ടേക്ക് എത്തിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. മുനമ്പാണ് ഞങ്ങളുടെ ഏരിയ, മുനമ്പാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു പോലീസ് സംഭവം ഉണ്ടായത്, ഇതെല്ലാം പോലീസിനുള്ള ദൈവം. എൻ്റെ അക്കൗണ്ട് FB അക്കൗണ്ട് അല്ലേ, ഇവളുടെ പേരില് ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് പയ്യന്മാരായിരുന്നു ഇങ്ങനെ സെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടി പൈസ മേടിക്കാന്നുള്ള സെറ്റപ്പ് തുടങ്ങി. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ് മുൻപ് ആ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. അന്നാണ് പിന്നെ ഓക്കെ ആയത്. അയ്യോ, പോലീസുകാര് ഭയങ്കര ശോകമാണെന്നല്ല പറഞ്ഞത്, അവരുടെ ആ ഒരു ടൈമിലുള്ള ആ ഒരു വർക്കിലേക്ക് ആയിരിക്കാം. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതില് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഗസിനി സാറുണ്ട്, സാറൊക്കെ ഭയങ്കര ഇതായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്ക്. പ്രതികളെ പിടിച്ച് ഒരു സ്റ്റേഷനിലേക്ക് അങ്ങനത്തെ ഒരു ഫീൽ. എന്നാലും അത്രയും നേരം പിന്നെ അച്ഛൻ മരിച്ച ഒരു ഇമോഷൻ, അതിൻ്റെ ഒന്നിച്ച് ഈ പോലീസ് സ്റ്റേഷൻ അവരോട് പ്രതികരിച്ച് അവരോട് വഴക്കിട്ട് ആ ബോഡി ഇങ്ങനെ കൊണ്ടുവരാനെടുത്ത ഒരു എഫേർട്ടും ഒക്കെ എങ്ങനെയാണല്ലേ ഇത്രയും ചെറിയ പ്രായത്തിനിടയിൽ. ചെറിയ എൻ്റെ ആൾക്കാരുടെ ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ എല്ലാവരും പറയണം, ഇപ്പൊ ഒരാള് നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റും നിൽക്കണവര് പറയണ ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അതായത് നമ്മളൊക്കെ ഉണ്ടാകും, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അത് ഭയങ്കര വലിയ തെറ്റാണ്, ഭയങ്കര വലിയ കള്ളമാണത്. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാര്യം എൻ്റെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞാണ്, ഈ വീഡിയോ എൻ്റെ വീട്ടുകാരെല്ലാവരും കാണും എന്നറിയാൻ നേരത്തെ തന്നെ പറയണതാണ്. എനിക്ക് അവരുടെ ഒരു ഇമോഷൻസും ഇല്ല. എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് അല്ലാണ്ട് എൻ്റെ പുറത്തേക്കുള്ള ആൾക്കാർ, എൻ്റെ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലിയിലോട്ടേക്ക് എനിക്കൊരു ഇമോഷൻസും ഇല്ല. അത് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞാണ്, എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ എൻ്റെ വെല്ലിച്ചനെ വിളിക്കണാണ്. ആ വാക്കുകളൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞാണ്. വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളൊരു ബിസിനസിന്റെ കാര്യത്തിൽ പുറത്തേക്ക് വന്നേക്കണേണ്, ഇത് ചെയ്യാനായിട്ട്. കുടുംബകലഹം എടാ ഉള്ളിലുള്ള കാര്യല്ലേ, ബിസിനസ് ഒരു മീറ്റിങ്ങിന് പോണേണ്, ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സീരിയസ് ആണ്, സീരിയസ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണത്. ആ ഹോസ്പിറ്റലിൽ നിൽക്കുക, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ പറയണ ഒരാള് ഞാൻ മരിച്ചെന്ന് പറയാൻ പോലും. എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞച്ഛനെയാണ് വിളിക്കുന്നത്, ഇക്കാര്യം പറഞ്ഞ്. അപ്പോഴാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഇന്നതാണ് കാര്യം എന്നറിയണത്. ഞാൻ പോയി അച്ഛൻ ഇങ്ങനെ നമുക്കറിയില്ലല്ലോ. ഈവൻ ഹോസ്പിറ്റലുകാര് ഞാനാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്നു വെച്ചത്. എൻ്റെ പറയണില്ല, ഓട്ടോ ചേട്ടൻ്റെയാണ് വന്ന് പറഞ്ഞത്. എന്താണെന്നറിയില്ല, പെൺപിള്ളേരുടെ വാല്യൂ കുറച്ച് കാണുന്നതാണോ, എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ വലിയ കൊമ്പത്തെ ആള് അങ്ങനത്തെ ഒരു രീതിയിലല്ല പറയണത്. ചിലപ്പോ മോളാണെന്നുള്ള രീതിയിലായിരിക്കും. അച്ഛനാകുമ്പോൾ നമുക്കല്ലേ ഏറ്റവും ഇമ്പോർട്ടൻസ് തരേണ്ടത്. അത് എല്ലാവരും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ കൊള്ളാന്നുണ്ടായിരുന്നു. മീൻസ് എൻ്റെ അച്ഛൻ മനുഷ്യ കാര്യം വേറൊരാള് പറഞ്ഞ് ഞാൻ അറിയണത്, എനിക്ക് അതിനോടൊന്നൊരു നമ്മളാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ ഇപ്പൊ പൊതുവെ നമ്മളെ അറിയില്ല, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അറിയിക്കുക. എല്ലാരും അറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പിന്നെ ആരെങ്കിലും വേണ്ടപ്പെട്ടവര്, ഒരു അച്ഛനും അമ്മ ആരും മരിച്ചാൽ അറിയുന്നത് നമ്മള് ലാസ്റ്റ് ആയിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ പറയേയില്ല. അതെ അതെ അതെ. ഇത് അന്ന് അച്ഛൻ മരിച്ച സമയത്ത്
ജിമ്മിലെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തിയും അമ്മയച്ഛനും കൂടിയാണ് പോകാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. പക്ഷെ മരിക്കണേൻ്റെ ഒരു 4 ദിവസം മുന്നേ ഇതുപോലത്തെ ശ്വാസം കിട്ടാത്തൊരു ഇതൊക്കെ വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ ഹോമിയോണ് കഴിച്ചുകൊണ്ടെന്ന് വെച്ചത്. അതുൾപ്പെടെ ഞാൻ പറയാം, ഹോമിയോ ഡോക്ടറിൻ്റെ വരെ പോയിട്ട് ഞങ്ങള് മരുന്ന് മേടിച്ച് അതിനുശേഷം മരിച്ചെന്ന് ഈ ഡോക്ടർ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞു. ഞങ്ങൾ പണ്ട് മുതലേ പോയിരുന്ന ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ ഞാൻ എന്നിട്ട് എന്തോ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോ ആ ഡോക്ടർ പറയണേ, മോനെ അച്ഛൻ അന്ന് അറ്റാക്ക് ആണെന്ന് എനിക്ക് അന്നേ തോന്നിയതാണെന്ന്. ഒരു ഡോക്ടർ പറയണ വാക്കാണ് അത്. നിങ്ങളോട് എന്റെ പറഞ്ഞതാണ്. അപ്പൊ എന്റെ അങ്ങനെ പറയുമെങ്കിൽ പുള്ളി അപ്പൊ എന്തോരം അന്നപ്പ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുവായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ ഉണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് സഞ്ചയനത്തിന്റെ മരിച്ച അന്ന് മരിച്ചിട്ട് പോണതാണ് എൻ്റെ അമ്മയുടെ വീട്ടുകാരില് കുറച്ചു പേര്. അവര് എവിടെയാണ് അമ്പലത്തില് പോയിട്ട് ഉത്സവം കൂടി വരുന്നുണ്ട്. അപ്പൊ അതായത് എൻ്റെ വന്ന് പറഞ്ഞത്, നീ ഉള്ള കാരണമാണിട്ടാ ഞങ്ങള് പോണത്, നിന്നെ കണ്ടിട്ടാണിട്ടാ ഞങ്ങള് പോണതെന്ന് പറഞ്ഞാണ് എൻ്റെ ഇന്ന് പോയത്. എന്നിട്ട് ഇതേ ആൾക്കാരുടെ സ്റ്റാറ്റസ് ഞാൻ കാണുക. ഞാൻ കാണില്ല, ആരൊക്കെയോ എനിക്ക് അയച്ചു ഫോട്ടോസ് ഒക്കെ ഇട്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഉണ്ടാവണ വിഷമങ്ങളൊക്കെ എന്തായിരിക്കും? എൻ്റെ എന്നല്ല, ജനറലൈസ് ചെയ്ത് ആരുടെ ആണെങ്കിലും ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഏട്ടനും ചേച്ചി അങ്ങനെയുള്ളവര് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവൂ അല്ലേ? അവര് പോയി കഴിഞ്ഞാൽ കൂടെയുള്ള ആരും നമുക്ക് സ്വന്തമല്ല. കരയല്ലേ അനക്കെ? അതല്ല, ആ ഉള്ളുന്ന ഒരു ഫീലിങ് ഇത് വന്നതാണ്.